ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് വിൻസെൻഷൻ സഭയുടെ ജനറലായ ഫാദർ ജോൺ കണ്ടത്തിക്കര വി സി അച്ഛനാണ്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. വലിയ ദുഃഖത്തിലാണ് ആഗോള ക്രൈസ്തവ സമൂഹം. തങ്ങളുടെ വലിയ ഇടയൻ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ദിവസം ആവുകയാണ്, 24 മണിക്കൂറിനോട് അടുക്കുകയാണ്. ഇന്നലെ രാവിലെ 11 മണിക്ക് ശേഷമാണ് മാർപ്പാപ്പയുടെ മരണം സംഭവിക്കുന്നതും പിന്നീട് അത് സ്ഥിരീകരിക്കുന്നതുമെല്ലാം. മാർപ്പാപ്പയെക്കുറിച്ചുള്ള അങ്ങയുടെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? മാർപ്പാപ്പയെ ആക്ച്വലി നേരിട്ട് കാണുന്നത് ഈ വിൻസെൻഷൻ, അതായത് ഇന്റർനാഷണൽ വിൻസെൻഷൻ ഒരു ഗ്യാതറിംഗ് റോമിൽ വെച്ച് നടന്നായിരുന്നു 2 വർഷം മുമ്പ്. അപ്പൊ ആ സമയത്ത് ഞാനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവിടെ മാർപ്പാപ്പയ്ക്ക് എപ്പോഴും താല്പര്യമുള്ള വിഷയമാണ് പാവങ്ങളെ സഹായിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ വിൻസെൻഷൻ, ഗ്ലോബൽ വിൻസെൻഷൻസ്, അതായത് CM-കാരുണ്ട്, അതുപോലെ ഒരു 160ഓളം ഗ്ലോബൽ വിൻസെൻഷൻസ്, അതായത് വിൻസെൻഷൻ ചൈതന്യം സ്വീകരിച്ചിട്ടുള്ള സമൂഹങ്ങൾ. അപ്പൊ അവരുടെ ഒരു പ്രവർത്തന ഫലമായിട്ട് 13 വീടുകൾ വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്തൊരു പ്രത്യേക സ്റ്റാച്യു കനേഡിയൻ ഒരു ആർട്ടിസ്റ്റ് നിർമ്മിച്ച് കൊടുത്തിരുന്നു. അപ്പൊ അത് മാർപ്പാപ്പയെ കൊണ്ട് ബ്ലസ് ചെയ്യിക്കാനും മാർപ്പാപ്പയുമായിട്ട് ഒരുമിച്ച് നിൽക്കാനുമായിട്ട് കണ്ട് സംസാരിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരു സമയത്ത് മാർപ്പാപ്പയെ കോമൺ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കാണാനായിട്ട് ഇടയായി. അപ്പൊ വളരെ സ്നേഹത്തോടെ, അദ്ദേഹം അസുഖമുള്ള സമയത്താണ്, വീൽ ചെയറിലാണ്. ആ സമയത്ത് എന്നാലും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊന്നും വകവയ്ക്കാതെ വളരെ സ്നേഹത്തോടെ, പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചത് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം വരികയും അല്പസമയം സ്പെൻഡ് ചെയ്യുകയും കനേഡിയൻ ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ആ സ്റ്റാച്യു അദ്ദേഹം ബ്ലസ് ചെയ്ത് തരികയും ചെയ്തു. അത് വത്തിക്കാനില് അവിടെ തന്നെ കീപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ നഷ്ടം, വിയോഗം, അത് കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം, ആഗോള ക്രൈസ്തവ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ബാധിക്കും? സഭയ്ക്ക് എപ്പോഴും തലവൻ, അത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദനായ ഒരു തലവൻ വരും, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരാൾ സഭയെ നയിക്കും, അത് കാലാകാലങ്ങളിൽ എല്ലാം ഓക്കെയാണ്. എങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ വിയോഗം അത് സഭയെ എത്രത്തോളം ബാധിക്കും? ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പുതിയ കാഴ്ചപ്പാട് സഭയിൽ കൊണ്ടുവന്നതാണ്. എനിക്ക് ജോൺ മാർപ്പാപ്പ, ജോൺ 23-ാം മാർപ്പാപ്പ കൊണ്ടുവന്ന പോലെ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അദ്ദേഹം വിശകലനം ചെയ്യുകയും അതിന്റെ ആവശ്യമനുസരിച്ച് സമൂഹത്തിന് വേണ്ട പ്രചോദനം നൽകുകയും ചെയ്ത വ്യക്തിയാണ്. അത് തീർച്ചയായിട്ടും ലോകശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. അതിന് പ്രധാന കാരണം എനിക്ക് തോന്നുക, അദ്ദേഹം മതത്തിനും സംസ്കാരത്തിനും ഭാഷയ്ക്കും ദേശത്തിനും ഒക്കെ അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണുകയും അവർക്ക് വേണ്ട സഹായം എത്തിക്കുവാനായിട്ട് പ്രത്യേക വിധത്തിൽ അദ്ദേഹത്തെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതനുസരിച്ച് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. അത് ഇനിയും തുടർന്നുകൊണ്ട് പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ നേതൃത്വം ഇല്ലാതെ വരുന്നത് തീർച്ചയായിട്ടും ആഗോള സഭയെ സംബന്ധിച്ചും, അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു മനുഷ്യരാശിയെ മുഴുവനും സംബന്ധിച്ചും വലിയ തീരാ നഷ്ടമാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ദൈവം പുതിയ ആൾക്കാരെ നിയോഗിക്കും. അപ്പം അതനുസരിച്ച് ഇന്നത്തേക്ക് വേണ്ട രീതിയിലുള്ള മാർപ്പാപ്പ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാനേ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം അത് അപ്രതീക്ഷിതമായിരുന്നു. അദ്ദേഹം തൻ്റെ രോഗങ്ങളിൽ നിന്നെല്ലാം തിരികെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈസ്റ്റർ ദിനത്തിൽ പോലും അദ്ദേഹം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. കൂടുതൽ കാലം അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ ആശുപത്രിയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ. ഓക്കെ അച്ഛാ, എന്തായാലും ഒരുപാട് നന്ദി ഇത്ര നേരം മാർപ്പാപ്പയുമായുള്ള കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് നന്ദി അച്ഛാ. താങ്ക് യു വെരി മച്ച്. വിൻസെൻഷൻ സഭയും തീർച്ചയായിട്ടും ഈ എല്ലാ വിശ്വാസികളുടെയും ദുഃഖത്തോട് ചേർന്ന് പങ്കുചേരുകയും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു അച്ഛാ.